ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഒരു പരീക്ഷണത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഒരു പരീക്ഷണത്തിൻ്റെ 2 ഘട്ടങ്ങൾ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ എത്തിച്ചേരാവുന്ന നിഗമനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്? കത്തുന്നതിന് വായു ആവശ്യമാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം ഒന്നാമത്തെ ഘട്ടത്തിൽ ആ മെഴുകുതിരി കത്തുന്നുണ്ട്. രണ്ടാമത്തേതിൽ നമ്മൾ ഗ്ലാസ് വെച്ച് അടച്ചപ്പോൾ അത് കത്തുന്നില്ല. അതിനർത്ഥം വായു കത്തണമെങ്കിൽ അവിടെ ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ളതാണ്. കത്തുന്നതിന് വായു ആവശ്യമാണ്. ബി, ശരീരത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ആഹാരം മാത്രം പോരാ, ശ്വസനവും വേണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യോജിക്കുന്നുണ്ടോ? അതെ. ഇന്ധനങ്ങൾ ഓക്സിജനുമായി പരിവർത്തനം ഉണ്ടാകുമ്പോൾ കത്തുന്ന പ്രക്രിയ നടക്കുന്നു. ജീവികളുടെ ഊർജ്ജ സ്രോതസ് നല്ലതാണ്. ഭക്ഷണം ഓക്സിജനുമായുള്ള പരിവർത്തനം മൂലമാണ് ഊർജം പുറത്തു വരുന്നത്. ജീവജാലങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കുന്നത് ശ്വസനത്തിലൂടെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2 റാമ്പുകളുടെ രേഖാചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവയിൽ ഏത് റാമ്പായിരിക്കും ചലന വൈഷമ്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനകരം? കാരണം വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന 2 തരം ആപ്പുകളുടെ ചിത്രങ്ങളും നോക്കൂ. അപ്പോൾ എന്താണ്? ആദ്യ മോഡലാണ് അനുയോജ്യമാണ്. കാരണം ചെരിഞ്ഞ ഉപരിതലത്തിൽ നിന്ന് നീളം കുറവാണ്. അങ്ങനെ വീൽചെയർ തള്ളാനും വലിക്കാനും ആവശ്യമായ ശ്രമം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ മോഡൽ ദൂരം കൂടുതലാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് വീൽചെയർ വലിക്കാനും തള്ളാനും ഒക്കെ വളരെ ഈസി ആയിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം. ഓരോ തരം ആപ്പിൻ്റെയും ഒരു ഉപയോഗം എഴുതാൻ. തടി ഫ്രെയിമുകൾ മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തേത് മരം മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനി താഴെ പറയുന്ന സസ്യങ്ങളെ ഉചിതമായ മാനദണ്ഡം അനുസരിച്ച് തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയറ്, മുല്ല, കറിവേപ്പ്, നിലപ്പന. ഇതിൽ വിത്ത് മുളച്ചുണ്ടാകുന്നവ ഏതൊക്കെയാണ്? നെല്ല്, പയറ്. ഇല മുളച്ചുണ്ടാവുന്നത് ഇലമുളച്ചി, നിലപ്പന. കാണ്ഡം മുളച്ചുണ്ടാവുന്നത് മരച്ചീനി, മുല്ല. വേര് മുളച്ചുണ്ടാവുന്നത് ശീമപ്ലാവ്, കറിവേപ്പില. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് വിത്ത് വിതരണ രീതി. കാറ്റുവഴി. സസ്യം ഏതാണ്? മഹാഗണി. വിത്തിനുള്ള അനുകൂലങ്ങൾ എന്ന് പറയുന്നത് രോമം പോലുള്ള വിത്തുകളാണ്. ഇനി വെള്ളത്തിലൂടെയോ? തെങ്ങ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇനി പൊട്ടിത്തെറിച്ചാണെങ്കിലോ? കാശിത്തുമ്പ. മൂത്ത് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. ഇനി ജന്തുക്കൾ വഴി പേരക്ക. മാംസളമായ ഭാഗമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതാണ് അതിൻ്റെ അനുകൂലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖം എളുപ്പത്തിൽ മുറിക്കാൻ കഴിയില്ലേ? ഇതുപോലെ ജോലി എളുപ്പമാക്കുന്ന സന്ദർഭങ്ങളും ഉപകരണങ്ങളും ചേർത്ത് പട്ടിക പൂർത്തിയാക്കാം. ജോലി എളുപ്പമാക്കുന്ന സന്ദർഭം സ്ക്രൂ അഴിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ്? സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ്. ഇനി കത്രികയോ? തുണി, പേപ്പർ എന്നിവ മുറിക്കാൻ ഉപയോഗിക്കുന്നു. ചവണ വളരെ ചെറിയ വസ്തുക്കൾ എടുക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കുക. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. കണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട 2 നിർദ്ദേശങ്ങൾ വായിച്ചല്ലോ. മറ്റ് 2 നിർദ്ദേശങ്ങൾ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കുളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. കെമിക്കൽസ് ഡു നോട്ട് ഫോൾ ഇൻ ടു ദ ഐ. പ്രൊട്ടക്ട് യുവർ ഐസ് ഫ്രം ഷാർപ്പ് ഒബ്ജക്ട്സ് വൈൽ പ്ലേയിങ്. ഇനി അടുത്ത ചോദ്യം. നെയിം ദ പാർട്ട് ഓഫ് ഐ വേർ ദ ഇമേജ് ഫോംസ്. പ്രതിബിംബം രൂപപ്പെടുന്ന കണ്ണിന്റെ ഭാഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റെറ്റിനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ ഡു വി സീ? എക്സ്പ്ലെയിൻ. നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കണ്ണിൽ ലെൻസ് ഉണ്ട്. ഇത് നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. കണ്ണിൽ റെറ്റിനയിലാണ് ഈ പ്രതിബിംബം തലകീഴായി പതിയുന്നത്. നേത്രനാഡികൾ പ്രതിബിംബത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യാഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. There is a lens in our eye. This lens formed an inverted image of the objects we see. This our eye. The inverted image is formed on the screen known as retina. The optic nerves send this message to the brain. The brain enables the vision of the real enriched image. Okay. Next one. Observe the difficulties experienced by a woman while cooking. ഒരു പാചകം ചെയ്യുന്ന വീട്ടമ്മയാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വിറകടുപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഏതെങ്കിലും 4 നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ വായു വലുപ്പം കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ വിറകുകൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്
പ്രതിബിംബം തലകീഴായാണ് കണ്ണ് രൂപപ്പെടുന്നതെങ്കിലും വസ്തുവിനെ ശരിയായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട്? നേത്രനാഡികൾ പ്രതിബിംബത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. The optic nerve send this image to the brain. The brain enables the vision of the real and correct image. Okay? അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗവും നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം എഴുതാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.